മുതിർന്ന CPM നേതാവ് ജി സുധാകരനും പ്രതിപക്ഷ നേതാവും ഇന്ന് ഒരു വേദിയിൽ എത്തി പരസ്പരം രണ്ടുപേരും പുകഴ്ത്തുന്ന കാഴ്ചയ്ക്കും ഈ വാർത്താദിനം സാക്ഷിയായി. നമ്മൾ ആ റിപ്പോർട്ടിലേക്ക് പോവുകയാണ്. TJ ചന്ദ്രചൂഡൻ സ്മാരക അവാർഡ് ദാന ചടങ്ങിലാണ് പരസ്പരം പുകഴ്ത്തി ഇരു നേതാക്കളും എത്തിയത്. മന്ത്രിയായിട്ടില്ല എങ്കിലും പ്രതിപക്ഷത്തെ പ്രഗത്ഭനായ നേതാവാണ് VD സതീശൻ എന്ന് ജി സുധാകരൻ പ്രശംസിച്ചു. ആശയങ്ങളിൽ വെള്ളം ചേർക്കാത്തയാളും നീതിമാനായ മന്ത്രിയുമായിരുന്നു ജി സുധാകരൻ എന്നായിരുന്നു VD സതീശന്റെ പുകഴ്ത്തൽ. കോൺഗ്രസ് വേദിയിലെത്തിയതിനു പിന്നാലെ RSP നേതാവിന്റെ പേരിലുള്ള പുരസ്കാരത്തിനും അർഹനായ ജി സുധാകരനായിരുന്നു ചടങ്ങിലെ ശ്രദ്ധാകേന്ദ്രം. ആശംസകൾ നേർന്ന RSP സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോണും CMP ജനറൽ സെക്രട്ടറി CP ജോണും ജി സുധാകരനെ പ്രശംസ കൊണ്ട് മൂടി. പുരസ്കാരദാനം നടത്തിയ VD സതീശന്റെ പ്രശംസ വേറിട്ട് നിന്നു. അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ തികഞ്ഞ ഒരു കമ്മ്യൂണിസ്റ്റുകാരനാണ്. ഒരിക്കലും തൻ്റെ ആശയങ്ങളെ ഡൈല്യൂട്ട് ചെയ്യാത്ത ഒരാളാണ് അദ്ദേഹം. പക്ഷേ എന്നെ ഏറ്റവും ഇഷ്ടപ്പെടുത്തിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു നീതിമാനായ ഒരു ഭരണാധികാരിയുണ്ട്. ഞാനൊരു MLA എന്നുള്ള നിലയിൽ എനിക്കത് അനുഭവമുണ്ട്. മറുപടി പ്രസംഗം നടത്തിയ ജി സുധാകരൻ നല്ല വാക്കുകൾ കൊണ്ട് സതീഷിനോടുള്ള കടം വീട്ടി. അധികാരം ഉണ്ടെങ്കിൽ ജീവിക്കാനൊക്കെ കൊള്ളാമെന്ന് ആരാ പറഞ്ഞു? സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല, പക്ഷേ നിയമസഭയിലെ പ്രധാനപ്പെട്ട MLA പ്രതിപക്ഷ നേതാവാണ്. സൈബർ ആക്രമണത്തിന് ഇരയാകുന്നവർ എന്ന നിലയിൽ ജി സുധാകരനും VD സതീശനും പങ്കുവച്ച അഭിപ്രായങ്ങളും ശ്രദ്ധേയമായി. വാദിയെ പ്രതിയാക്കും സോഷ്യൽ മീഡിയ, കൊടും കുറ്റവാളിയെ വെള്ളപൂശിയെടുക്കും, വൈറ്റ് വാഷ് ചെയ്തെടുക്കും. ഒരിക്കലും മാപ്പ് കൊടുക്കാൻ പറ്റാത്ത കുറ്റകൃത്യങ്ങൾ ചെയ്തവരെ പറഞ്ഞ് വൈറ്റ് വാഷ് ചെയ്തെടുക്കും, മിടുക്കന്മാരാക്കി മാറ്റും. ചോദ്യം ചെയ്യുന്നവരെ അപമാനിക്കും. ഓരോ പാർട്ടിയും സൈബർ പോരാളികളെ നിയമിച്ചിട്ടില്ല, അവർ സ്വയം അങ്ങനെ ആക്കി തീർക്കുകയാണ്. പല പേരും കളവാണ്. നല്ലൊരു വഴിയുണ്ട്, ആ കമന്റ് ബോക്സ് അങ്ങ് ക്ലോസ് ചെയ്തിട്ടാണ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.